നമ്മൾ തൃശ്ശൂർ എക്സിബിഷന് വന്നതാണ്. അക്ഷു നല്ല വെയിലുണ്ട്. ആ ചക്കമരം, പക്ഷെ അല്ല ഇത് കൈതച്ചക്ക അല്ല കഴിഞ്ഞച്ചക്ക. അതൊരു ഞാൻ മറ്റേ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞച്ചക്ക. അതെ കഴുതച്ചക്ക ഇതിന് കഴിഞ്ഞച്ചക്ക അറിയാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. എന്തായാലും ഇതാണ് എക്സിബിഷൻ്റെ ഗ്രൗണ്ട് തൃശ്ശൂർ. ജലദോഷം പിടിച്ചിട്ട് ഇതാണ് ചക്ക കണ്ടോ, നിറയെ ഉണ്ട് കേട്ടോ മേലൊക്കെ. ഞാനിത് കഴിച്ചു നോക്കണം എന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷെ എവിടെയും കാണുന്നില്ല. അത് നമ്മുടെ അവിടെ ഒന്നും ഇല്ല അല്ലേ? ഇത് എവിടെയും കണ്ടാൽ വാങ്ങിച്ചു തരണേ. വാ പോവാ അച്ചു വാ. ഞങ്ങളൊരു ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, ഭയങ്കര ചൂട് കേട്ടോ. ഇതൊന്ന് കസേരയൊക്കെ ചെരിഞ്ഞ് വീണ് എടുക്കുന്നേ. ഞാനവിടെ സൂമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക കാണിക്കാണ്ട്. നിറച്ച ആൾക്കാർ വരുന്നുണ്ട്. ഫാദർ ആൻഡ് 2 സണ്ണ്. വാട്സാപ്പ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2005. എത്ര ഫാമിലീസ്, നമ്മൾ മാത്രം നിറയെ ഉണ്ട് ഗ്രൗണ്ടിൽ. കാണുന്നുണ്ട്. ആ അടിപൊളിയായി. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ഇക്കാക്ക് വിശക്കുണ്ട്. അപ്പൊ ഇക്കാക്ക് ഫുഡ് കഴിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ വിശക്കണില്ല. അപ്പൊ ഇക്ക ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞങ്ങളോട് അകത്തോട്ട് കയറാൻ പറഞ്ഞത്. വെയിലുണ്ട്, നല്ല വെയിൽ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അർഷാദ് മോൻ അവിടെ ഒരാൾ കണ്ടോ മെല്ലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുങ്ങണുണ്ട്. ഉച്ചയായ വിശപ്പ് താങ്ങില്ല മൂപ്പർക്ക്. സാധാ ചോറ് തന്നെയാണ്, പക്ഷെ അത് കറക്റ്റ് സമയത്ത് കഴിക്കണം. ഞങ്ങൾ അകത്ത് പോയിട്ട് വെറൈറ്റി ഐറ്റംസ് കഴിച്ചു. എല്ലാം അതെ, ഞങ്ങൾക്ക് ഒന്നാമത് വിശക്കണില്ല. അകത്ത് പോയി എന്തായാലും കുറച്ച് എന്തെങ്കിലും കഴിക്കണം. അയ്യോ വെയില് ജീവിതത്തിലെ അനർഘ മുഹൂർത്തങ്ങളെ അനശ്വരമാക്കുന്നു. വേണ്ട കണ്ട വെയില്. ഇവിടെ എന്താ കുലുക്കി സർബത്തൊക്കെ ഉണ്ട്. ഈ ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റിന് എത്ര റേറ്റ്? 40 രൂപ. കഴിഞ്ഞ പ്രാവശ്യം 30 ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ? അതെ അതെ, നമ്മുടെ അവിടെ ആലത്തൂർ ചെറിയ എക്സിബിഷനൊക്കെ നഷ്ടമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഴ്ച എടുക്കാം, മൊത്തം എടുക്കാന്നുള്ളത് വേണ്ട. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇതെന്താ 1500. അച്ഛൻ കമ്മല് ഇത് കണ്ടിട്ട് എങ്ങനെയാ പോവാ? നല്ല രസം. കണ്ണടച്ചിട്ട് പക്ഷെ കണ്ണടയ്ക്കാൻ പറ്റില്ല. നിറയെ കണ്ടിട്ട് പേര് എടുക്കുക. കാരണേ എന്താ ബ്ലറാവണം. ഞാനിപ്പോൾ 2 തമ്മിലെടുത്തു. ഇത് 2 എടുത്തിണ്ടേ. ഇതിലൊരു വീട് വെക്കാം. അവിടുത്തെ ഫുള്ള് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഓരോരോ ഷോപ്പ്, കുഞ്ഞു കുഞ്ഞു ഷോപ്പ്. ഇതൊക്കെ വുഡിൻ്റെ അല്ലേ, മരത്തിൻ്റെ അടിക്കുന്നത്. ഇതാ കുറുമ്പോ അല്ലെങ്കിൽ കൊതുക് കുത്തി വാങ്ങി ആക്കിയിട്ട് ആ ചെറിയല്ലേ കുഞ്ഞ് സ്കൂളിൽ. അച്ചുവാ കിഡ്സ് വാച്ച്. ആ നോക്കിക്കോ.
ഇതൊക്കെ നല്ല രസമുണ്ട് അല്ലേ? ലേഡീസ് വെച്ചല്ലേ? ഫിക്സഡ് പ്രൈസ് 100 രൂപ 150. അച്ഛൻ നോക്കടാ. ഏതാ? ഒന്ന് കെട്ടാൻ പറ്റുള്ളൂ. ഡെയിലി യൂസിനൊന്നും പറ്റില്ല. എപ്പോഴെങ്കിലും ഇത്തിരി നേരം. അതെ, ഇഷ്ടമായി എടുക്കാം. സെക്കൻഡ് ക്വാളിറ്റി കൂടിയല്ല, തേർഡ് ക്വാളിറ്റി ആണ്. അതെ, ഇഷ്ടമായി എടുത്താൽ മതി മോനെ. പിന്നെ കുറച്ച് വീഡിയോ എടുത്തേക്ക്. ഇവിടെയൊക്കെ ഗ്ലാസ് ഉണ്ട്, കുപ്പി ഗ്ലാസ്, ചായ, അതിലെല്ലാം കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. 60 രൂപ അല്ലേ? തിരക്കറിയോ? തിരക്കിൻ്റെ കൂടെ പോകണം. ഇതാണ് നമ്മുടെ പഴയകാല മിഠായി. അതായത് വീടി മിഠായി, ഇത് ജോക്കർ മിഠായി. ഇതൊക്കെ എത്ര ചെറുപ്പത്തിൽ കഴിച്ചു. ഇത് മറ്റേ മാഷ്മലോ, ഇത് വലുത്. ഇത് വയനാടൻ ആയുർവേദ ഇല്ല. ഇതിന്റെ ഒരു ഗുണം എന്താ അറിയോ? ഇത് പവർ പ്ലഗ് വേണ്ട, നോർമൽ പ്ലഗ്. നിങ്ങൾ വീട്ടിൽ നിന്ന് വിട്ട് എവിടെ പോകാമെങ്കിലും നിങ്ങളെ റൂമിൽ വെച്ചിട്ട് പിള്ളേർക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനോ. ചപ്പാത്തി മേക്കർ ഞാനിത് ആദ്യം നാപ്തോള് വെറുതെ 3000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് വേസ്റ്റ് ആയിപ്പോ. ഏതാ ഫുഡിന്റെ ഇത് കത്തി. ഇതെന്താ വെച്ചു? നോക്ക് എടുത്തു. ഭയങ്കര തിരക്കാട്ടോ, ചൂട്. പിന്നെ അവിടെ ഫാനുള്ളതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഫുള്ളിനി ഫുഡിൻ്റെ ഷോപ്പ്. ഫ്രീ എടുക്കില്ല. എവിടെയാണോ അത് മതി. സോഫയിൽ ഇതൊക്കെ എന്താ പറയുക, പൊടി, പൂച്ചനെ മുടി എല്ലാം പോവാൻ വേണ്ടി ഉപയോഗിക്കില്ല. അപ്പോൾ ഒരെണ്ണം ഞാൻ മേടിച്ചു. ഏവർക്കും സ്വാഗതം. നടക്കും, നമ്മൾ സ്വാഗതം ചെയ്യിച്ചു. എന്താ കഴിക്കാണ്ട്? വെറൈറ്റി അച്ചാറ്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ഈ ബ്രിട്ടീഷുകാർ വന്ന് പോയതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ട് പോയതാണ്. നിങ്ങൾ യൂട്യൂബറാണ്? മഞ്ഞൾ അല്ലേ? നമ്മളൊന്ന് ആഡ് ചെയ്യൂ നിങ്ങളുടെ ചാനലിൽ അല്ലേ? ആ, വരുന്നവരെന്തായാലും എക്സിബിഷൻ വരുമല്ലോ. അപ്പൊ എന്തായാലും ഈ ഷോപ്പിലൊന്ന് കയറി. ഇതൊക്കെ ഓർഗാനിക് ആണ് അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു ഹെൽത്തിയാണ്. കഴിക്കാൻ പറ്റും. ഇത് പാല് വരാനും നല്ലതാ. ഇത് കഴിച്ചു. ഇത് കോക്കനട്ട് ഓയിൽ സ്മെല് ചെയ്ത് 10-30 വർഷം മുന്നേ ഇത് കുളിക്കണ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തേക്കേണ്ട ആവശ്യമില്ല. വെറുതെ സ്മെല്ല് നോക്കും. $150. കാഷ്യൂസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ക്യാഷ്യൂന് എത്ര റേറ്റ് വരുന്നത്?
കഴിക്കാൻ പറ്റിയ ചിക്കീസ് ആണ് ഷുഗർ. എന്തായാലും ഇവിടെ എക്സിബിഷൻ വരുന്നവർ എന്തായാലും ഈ ഷോപ്പിലൊന്ന് കയറിയിട്ട് പോകും. എല്ലാം നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോ. സൾഫർ ഡയോക്സൈഡ് ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ പോയാള് വന്ന് ഇങ്ങനെ എവിടെ കണ്ടുപോയില്ലേ? എന്താ കഴിച്ചു? ചോറ്. ഞങ്ങള് കഴിച്ചില്ലേ, ഞങ്ങൾക്ക് വിശക്കുന്നില്ല. എന്തുകൊണ്ട് വെച്ചത്? അതവിടെ ഒരു മുട്ട കുറ്റിന് തലയാട്ടി പോലെ. എടുത്തച്ചു എടുത്തോ? എന്റെ മക്കൾ വലുതായോണ്ട് പിന്നെ കളറിങ് മുക്കൊന്നും വേണ്ടല്ലോ. ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ മേടിച്ചു അല്ലേ? അർഷാന്റെ ഫേവറേറ്റ് സാധനമാണ്. അവര് എവിടെ പോയാലും പോപ്കോൺ മേടിക്കും. സിനിമയ്ക്ക് പോയാലും അത് ഏറ്റവും കൂടുതൽ പറ്റും ചോക്ലേറ്റിന്റെ കാരമൽ. വാപ്പി ഇതൊന്ന് പിടിക്കോ? അങ്ങനെ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പുറത്ത്? ഇവിടെ പുറത്ത് ഫുള്ള് കുട്ടികളുടെ പരിപാടിയാണ്. കുട്ടികൾക്കുള്ള നമുക്ക് ഇരിക്കാം, നമ്മളും കുട്ടികളല്ലേ ഇല്ല. പിന്നെ പക്ഷെ ഞാൻ കറങ്ങണേന് ഇരിക്കില്ല, നേരെ പോണേന് ഇരിക്കും. ഈ വണ്ടി കറങ്ങണേന് ഇരുന്ന 4 ദിവസം തല കറങ്ങി അവിടെ കിടക്കും. തണുത്ത ഇത് വേണം മോനെ, ഇളനീര് ഫ്രിഡ്ജിൽ വെച്ചു. ചോദിച്ചു നോക്ക്, ഫ്രിഡ്ജിൽ വെച്ചു ഇല്ല. ഇവിടെ ഭയങ്കര ചൂട് കിട്ടും. അവിടെയൊക്കെ ഫുഡില്ല. ഇതെന്നി വേണ? ഗോപി മഞ്ചൂരി. ചൂട് താങ്ങാൻ പറ്റില്ല ഇവിടെ. അടുപ്പിന്റെ ചൂടെല്ലാം കൊടുത്തു. അല്ലെങ്കിൽ അടുക്കളയിൽ കയറിയാലേ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ. നല്ല രസമാണ്. നല്ല രസമുണ്ട് അല്ലേ? നല്ല വേടാ. അച്ഛൻ ചെറുപ്പത്തിൽ സ്പൈഡർമാൻ എവിടെ കണ്ടാലും ഡ്രസ്സ് വരെ സ്പൈഡർമാൻ്റെ ഡ്രസ്സാ നിൽക്കണ. വേടാ വലിയ കുട്ടിയായി അല്ലേ? പിന്നൊരു 6 മാസം കുട്ടികൾക്കല്ലേ ഇതൊക്കെ ഇവിടെ അല്ലേ? കോട്ടിക്കറിയില്ല, ചെറിയ കുളല്ലേ? എനിക്ക് കറങ്ങുന്ന സംഭവത്തിൽ ഇരുന്നാണ്ടല്ലോ തല ഇറങ്ങും. അങ്ങനെ നമ്മളിവിടെ പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയില് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ചെറുത്. അതിലൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അച്ഛനോട് കയറാൻ പറഞ്ഞ പയ്യത് വേണ്ട. അത് കയറണ അച്ഛോ? വേണ്ട അതല്ലേ. ഇവിടെയൊക്കെ ഫുഡിന്റെ ഒക്കെ ഷോപ്പുകളാണ്. കയറണ്ട അല്ലേ? കഴിക്കൊന്നും വേണം അല്ലേ? ബൈക്ക് ബുള്ളറ്റ് അവിടെ. ഒസോ അയ്യോ ചൂട് ചൂട് അല്ലേ? ചൂടാണെങ്കിലും വെയിലാണെങ്കിലും നമ്മളെ ഫാമിലിയോടൊത്ത് ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ സന്തോഷമല്ലേ? വേണ്ട ഓട്ടോ വേണോന്ന്. അവിടെ ഒരു ഓട്ടോ ഷോപ്പ് ഉണ്ട്. എന്ത് വേണേ പോ. ഗെയിം കളിക്കാൻ പോരും. കളിക്കണ്ട ഗെയിം? ഇതേ നിങ്ങളുടെ AVT ടീം. AVT ഹോട്ടൽ ബ്രാൻഡ് ഇക്കാക്ക് എപ്പോൾ നോക്കിയാലേ മറ്റേ AVTൻ്റെ ഹോട്ടൽ ബ്രാൻഡ് ചായക്ക് ആ ചായപ്പൊടി ഇഷ്ടം. ഇവിടെ 5 വർഷം അത് ഗെയിം കളിക്കാൻ പോണേ.
ഇവിടെ വൈകുന്നേരത്തെ ഗാനമേളയൊക്കെ ഉണ്ടാവും. പോയി പോയി പിന്നെ അച്ചുണ്ടോ? ആ ഒന്ന് ട്രൈ ചെയ്ത ഇത് എന്താണ് മീൻചാപ്പ്. കുടിക്കുമ്പോൾ വയറ്റിൽ വേഗം തണുപ്പിക്കുക. കുടിച്ചു നന്നുണ്ട്. തണുപ്പ് തണുപ്പ് കുറച്ച് അച്ചുവരുണ്ട്. ഇതെന്തെന്ന് എടുക്കുന്നത്? കള്ളല്ലോ ചേട്ടൻ ചിരി. ഇത് ആൽക്കഹോളൊന്നുമില്ല, 0% ഉള്ളൂ. ഇതുണ്ടോ? എനിക്ക് ഒന്നുകൂടി വേണം ചേട്ടാ, ഒന്ന് കൊടുത്തു. ആ എടുത്തോ, അതിലെടുത്തു. ഇതില് പഞ്ചസാര ചേർക്കോ? ആണോ മധുരം? ഓ അല്ല മധുരം ഇല്ല, ഇതിലുള്ള സ്വീറ്റ്നെസ് തന്നെ. കുറച്ച് ടേസ്റ്റ് പറ്റും. ഇക്കാക്ക് ഇങ്ങനെയുള്ള സാധനം പിടിക്കും. ഇത് നമുക്ക് ആദ്യമായിട്ട് കുടിക്കുന്നത് അച്ഛന് ഇഷ്ടപ്പെട്ട്. ഇത് കുടിക്കുമ്പോണ്ടല്ലോ അങ്ങനെ തണുപ്പിങ്ങനെ ഇറങ്ങി വരുന്നു വയറ്റിൽ വിട്ടോട്ട്. അതെ, കുടിച്ച് കഴിയുമ്പോൾ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, ഒരു നൊങ്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ. പക്ഷെ കുടിക്കുമ്പോൾ നല്ല രസമാണ്. ചൂടിന് എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ എക്സിബിഷനിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് പുറത്തേക്ക് പോകാൻ പോകുന്നു. ഇത് അത്രയും കൂടി ഉള്ളു. അതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ എന്തായാലും ഭക്ഷണം അതൊന്നും ഇവിടെ നിന്ന് കഴിച്ചില്ല, കുറച്ച് സ്നാക്സ് മാത്രം കഴിച്ചിട്ടുള്ളൂ. ഇനി ഹോട്ടലിൽ ഫുഡ് കഴിക്കണം. സമയം എത്ര കഴിക്കാം? 3:30. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകും. എന്തായാലും ഇന്നത്തെ എന്താണ് എക്സിബിഷൻ തൃശ്ശൂരിലുള്ള ആ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. അച്ചു ഒരു ബായ് പറയടോ. അപ്പോൾ ഓക്കെ.